ഹലോ. കഴിഞ്ഞ ദിവസം എനിക്കൊരു പയ്യൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അവൻ പറഞ്ഞതേ, ബ്രോ GP റേറ്റിംഗ് ഒക്കെ കയ്യിൽ ഈ സീരീസും പാസ്പോർട്ടും ഒക്കെ സെറ്റാണ്, പക്ഷേ ഒരു കമ്പനിയുടെ ഒരു ഓഫർ ലെറ്റർ പോലും കിട്ടുന്നില്ല ബ്രോ. എന്താണത് ശരിയാവാത്തത്, എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടായിരുന്നു അവൻ്റെ മെസ്സേജ്. സത്യം പറഞ്ഞാൽ റിയലി ഐ വാണ്ട് ടു ഷെയർ ദിസ് വിത്ത് യു. കാരണം ഞാനും ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളൂ. ഐ ഹാവ് ബീൻ ദെയർ ടു ബ്രദർ. മാസങ്ങളോളം സെലക്ഷൻ ഇല്ലാതെ വീട്ടിലിരുന്നിട്ടുള്ള ആ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതെനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്ത് പറയണമെന്നറിയാത്ത ആ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന എന്താ ഒരു വേർപൂട്ടല്, അത് ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അതെന്താണെന്നുള്ളത്. ബ്രോ, ഞാൻ ഒരു കാര്യം പറയാം. ആ ബ്രോയുടെ അടുത്ത് മാത്രമല്ല, സീ ഫീൽഡിൽ ഫ്രഷേഴ്സ് ആയിരിക്കുന്ന എല്ലാവർക്കുള്ള ഒരു എന്താ പറയുക, എല്ലാവരുടെ അടുത്തും പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മളൊരു അമ്പും വില്ലും എടുത്ത് എയ്യുമ്പോഴത്തേക്കും ആദ്യം ആ അമ്പ് മുന്നോട്ട് കുതിക്കണമെങ്കിൽ അതിനൊന്ന് ആദ്യം പിന്നിലോട്ട് വലിക്കണം. എത്രത്തോളം പിന്നിലോട്ട് വലിക്കുമോ അത്രയും വേഗത്തിൽ അത് ലക്ഷ്യത്തിലോട്ട് കുതിക്കും. ഇപ്പം നിങ്ങളുടെ ജീവിതം ഈ പിന്നോട്ട് വലിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഓർക്കുക, അതൊരു വലിയൊരു കുതിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ടൈമിന് വേണ്ടിയിട്ട് ഒരുക്കുന്നതിന് കാലം. ഇംഗ്ലീഷിൽ എന്താ പറയാ, ദ ഹാർഡർ യു പുൾഡ് ദ ഫർദർ യു ലോഞ്ച്ഡ്, അങ്ങനെ എന്തോ പറയും. ഇന്ന് നിന്നെ പുച്ഛിക്കുന്നവരുണ്ടാവും, വീട്ടുകാരുടെ ചിലപ്പോൾ നോട്ടങ്ങളുണ്ടാവും, പക്ഷേ കയ്യിൽ ബാഗും തൂക്കിയിട്ട് ഒരു ദിവസമുണ്ട്, എന്താ ഷിപ്പിന്റെ മറ്റേ ഗ്യാങ് വേല ഒട്ടുന്ന ഒരു ദിവസമുണ്ട് എല്ലാവർക്കും. അന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഈ സങ്കടങ്ങൾ, ഓരോ സങ്കടങ്ങളും നിനക്ക് ഒരു വലിയൊരു പാഠമായിട്ടും ആ നിമിഷം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സോ ഡോണ്ട് ഗിവ് അപ്പ് സെല്ലേഴ്സ്, യുവർ ടൈം ഈസ് ജസ്റ്റ് കമ്മിങ് ഓൺലി. സോ സീ യു ഓൺ ബോർഡ്.